Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇസ്രായേലിന് ആയുധം വിൽക്കുന്നു, പ്രതിഷേധിച്ച് രാജിവെച്ച് ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ. ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിൽ പ്രതിഷേധിച്ച രാജിവെച്ചിരിക്കുകയാണ് ബ്രിട്ടൻ നയതന്ത്രജ്ഞൻ. ഫലസ്തീന് എതിരായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ബ്രിട്ടൻ നൽകുന്നതിൽ പ്രതിഷേധിച്ച മാർക്ക് സ്മിത്താണ് രാജിവെച്ചത്. ബ്രിട്ടനിലെ ഫോറിൻ, കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നു മാർക്ക് സ്മിത്ത്. ബ്രിട്ടനും ഇസ്രായേലും തമ്മിലുള്ള ആയുധ വിതരണ ബന്ധത്തിൽ സ്മിത്ത് നേരത്തെ തന്നെ അസംതൃപ്തി അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ ഭരണകൂടം കൃത്യമായ മറുപടിയൊന്നും സ്മിത്തിന് നൽകിയിരുന്നില്ല. പിന്നാലെ യുദ്ധത്തിൽ താനും പങ്കാളിയായേക്കാം എന്ന കുറ്റബോധത്തിലാണ് രാജിവെക്കുന്നതെന്ന് സ്മിത്ത് വ്യക്തമാക്കി. ഇസ്രായേൽ ഭരണകൂടം പാലസ്തീനെതിരായി നടത്തുന്ന അക്രമങ്ങൾ മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്നും അത് വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്നും സ്മിത്ത് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറയുന്നു. നീണ്ട നയതന്ത്ര സേവനത്തിനു ശേഷം ഞാൻ രാജിവെക്കുന്നത് സങ്കടത്തോടെയാണ്. ഈ വകുപ്പ് യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഈ ചുമതലകൾ നിർവഹിക്കുവാൻ കഴിയില്ല. സ്മിത്ത് കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ലണ്ടനിലെ സോമർസെറ്റ് ഹൗസിൽ തീപിടുത്തം. ആർട്ട് മ്യൂസിയം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ലോകപ്രശസ്ത ആർട്ട് മ്യൂസിയമായ സോമർസെറ്റ് ഹൗസിലെ ആർട്ട് ഗാലറികൾ സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ 125 ഫൈറ്റർമാർ ചേർന്നാണ് നഗരമധ്യത്തിലെ വൻ ദുരന്തം നിയന്ത്രണത്തിലാക്കിയത്. അപകട കാരണം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അപകടമുണ്ടായ സ്ഥലത്ത് ആർട്ട് വർക്കുകളൊന്നും സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സോമർസെറ്റ് ഹൗസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പുരുഷന്മാരിലെ അർബുദം. 2050 മരണനിരക്ക് 93% പഠനം. 2050 പുരുഷന്മാരിൽ അർബുദവും തുടർന്നുള്ള മരണനിരക്കും 93% വർദ്ധിക്കുമെന്ന് പഠനം. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് 2050 പുരുഷന്മാരിൽ അർബുദ രോഗനിർണയത്തിലും മരണനിരക്കിലും ആഗോളതലത്തിൽ വർധനവുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 2022 2050 ആഗോളതലത്തിൽ രോഗനിർണയത്തിൽ 84% വർധനയും അർബുദ മരണങ്ങളിൽ 93% വർധനവുണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു. 185 രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും ഡാറ്റയും 30 അർബുദ ഉപവിഭാഗങ്ങളുമാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത്. മദ്യപാനവും പുകവലിയുമുള്ള പുരുഷന്മാരിൽ ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പുരുഷന്മാർ അർബുദ പരിശോധനയ്ക്ക് വിധേയരാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കണ്ടെത്തി. $5 ബില്യൺ ആയുധ കരാറുമായി അമേരിക്കയും ജർമ്മനിയും. $5 ബില്യൺ പാട്രിയേറ്റ് മിസൈൽ ജർമ്മനിക്ക് വിൽക്കുവാൻ US അനുമതി നൽകി. 600 പാട്രിയേറ്റ് എയർ ഡിഫൻസ് മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് US ജർമ്മനിക്ക് വിൽക്കുവാൻ ഒരുങ്ങുന്നത്. ദേശീയവും പ്രാദേശികവുമായ പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിനും US നാറ്റോ സേനകളുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഈ കരാർ ഉപകരിക്കും. 2022 ആരംഭിച്ച റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ US ശേഷം ജർമ്മനിയാണ് യുക്രൈന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക സഹായ വിതരണക്കാർ. യുദ്ധത്തിനായി യുക്രൈന് നിരവധി നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ജർമ്മനി സംഭാവന ചെയ്തത്. ഇനി നാട്ടിലെ വാർത്തകൾ. അടിയന്തരാവസ്ഥ മുതൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഇന്ത്യക്കാർ ശ്രദ്ധിച്ചില്ല, രാജ്യത്തെ ബാധിക്കുമെന്ന് നാരായണമൂർത്തി. അടിയന്തരാവസ്ഥക്കാലം മുതൽ ഇന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തിയില്ലെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തി. UPയിലെ പ്രയാഗ്രാജിൽ മോട്ടിലാൽ നെഹ്റു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ സംവിധാനങ്ങൾ, ഭൂമി ലഭ്യത തുടങ്ങി ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ ഇന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കും. US, ബ്രസീൽ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന പ്രതിശീർഷ ഭൂമി ലഭ്യതയുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുക എന്നതാണ് യഥാർത്ഥ പ്രൊഫഷണലുകളുടെ ഉത്തരവാദിത്തം. ഉയർന്ന അഭിലാഷങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, അതിനായി കഠിനാധ്വാനം ചെയ്യുക എന്നതൊക്കെ ഈ സംഭാവനയെ ആശ്രയിച്ചിരിക്കും. അടുത്ത തലമുറയുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഈ തലമുറ ത്യാഗം സഹിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നുവെന്ന് പല വനിതകളും മൊഴി നൽകിയതായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട്.
WCC പൂർത്തീകരിച്ചതിനു ശേഷമാണ് നടിമാർ ദുരനുഭവങ്ങൾ പുറത്തു പറയുവാൻ തുടങ്ങിയത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കുവാൻ WCC ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ഈ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തു പോകില്ലെന്ന് സംഘടന ഉറപ്പു നൽകിയതോടെ പലരും തുറന്നു സംസാരിച്ചു. സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ട ആവശ്യമില്ലെന്നാണ് നടിമാരുടെ വെളിപ്പെടുത്തൽ. സിനിമയിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടുവാൻ പല പുരുഷന്മാരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിലും പലവട്ടം ഇക്കാര്യം ആവശ്യപ്പെടുന്നു. കൂടുതൽ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊരു ആവശ്യത്തിനായി ഇവർ സമീപിക്കുന്നത്. വൻ വൈദ്യുതി പ്രതിസന്ധി, സഹായം ലഭിച്ചില്ലെങ്കിൽ 3 വർഷം വരെ പവർ കട്ട്. KCBക്ക് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. വൈദ്യുതി വാങ്ങുവാൻ സർക്കാരിന്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ അടുത്ത 3 വർഷം പവർ കട്ടും രാത്രി ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് KCB. വൈകിട്ട് 6-നും രാത്രി 11-നും ഇടയിലെ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12,938 കോടി രൂപയാണ് വൈദ്യുതി വാങ്ങുവാൻ ചെലവഴിച്ചത്. ഇക്കൊല്ലം 14,500 മുതൽ 15,000 കോടി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പ എടുക്കുകയാണ് മറ്റു വഴി. ഇതോടെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ഭാരം ജനങ്ങൾക്കുമേൽ വരും. സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ KCB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ തുറന്നു പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. സജനയും മിന്നുമണിയും തിളങ്ങി. ഇന്ത്യ Aക്ക് 171 റൺസിന്റെ കൂറ്റൻ വിജയം. ലെഗ് സ്പിന്നർ പ്രിയ മിശ്രയുടെ 5 വിക്കറ്റ് നേട്ടത്തിന്റെ മികവിൽ ഓസ്ട്രേലിയ A ടീമിനെതിരായ 3ാം വനിത ഏകദിന മത്സരത്തിൽ ഇന്ത്യ Aക്ക് 171 റൺസിന്റെ കൂറ്റൻ വിജയം. ഇന്ത്യ ഉയർത്തിയ 244 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 72 റൺസിന് പുറത്തായി. 14 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ പ്രിയയാണ് ഓസീസ് ബാറ്റിംഗ് നിരയെ തകർത്തത്. രാഖ്വി ബിസ്ത്, തേജൽ ഹസ്ബനീസ്, മലയാളി താരങ്ങളായ സജന സജീവൻ, മിന്നുമണി എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. 3 മത്സര പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഓസ്ട്രേലിയ ഇതിനോടകം പരമ്പര സ്വന്തമാക്കിയിരുന്നു. പര്യടനത്തിലെ ഏക ടെസ്റ്റ് മത്സരം ഓഗസ്റ്റ് 22-ാം തീയതി ആരംഭിക്കും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.59 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.